ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. യഹോവ ഭക്തിയെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ യഹോവഭക്തി ഗ്രഹിച്ച് കുടുംബത്തിൽ വർത്തിക്കുന്നു. അവൾ വീട് പണിയുന്നവളാണ്. എന്നാൽ ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു എന്ന് സദൃശവാക്യം 1:7, 14:1 വേദഭാഗങ്ങളിൽ കൂടെ നാം കണ്ടു കഴിഞ്ഞു. യഹോവഭക്തി ഈ ലോക ജീവിതത്തിനും വരുവാനിരിക്കുന്നതിനും പ്രയോജനകരമായ കാര്യമാണ്. കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് സ്ത്രീകൾക്ക് മുഖ്യമായ ഒരു പങ്കുണ്ട്. ജ്ഞാനമുള്ളവൾ, ഭോഷത്വമുള്ളവൾ, ഇങ്ങനെ രണ്ട് തരം സ്ത്രീകളെ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. ജ്ഞാനമായി എങ്ങനെ വീട് പണിയാം എന്നത് വചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ ബന്ധം വഷളാകുന്നത് അമ്മാവിയമ്മ മരുമകൾ ബന്ധമാണല്ലോ. വിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ സ്ഥാനം അവളുടെ ഭർതൃഭവനമാണ്. രൂത്ത് 1:9 അത് കാണാം. ഒരു പെണ്ണിന് പിറന്ന വീടോടെ പുകുന്ന വീട് താൻ മുഖ്യമായിരിക്കണമെന്ന് തമിഴിൽ പറയാറുണ്ട്. പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ എന്നാണ് മാതാപിതാക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. ജെറമ്യ 29:6. ഇക്കാലത്ത് ഇതിനൊക്കെയും മാറ്റം വരുത്തിയതിനാൽ ഉള്ള ഭവിഷ്യത്തുക്കൾ ഭവനങ്ങളിൽ കണ്ടുവരുന്നു. പുത്രിമാരെ കൊടുത്തവർ കൊടുക്കാത്തവരെ പോലെയും എടുത്തവർ എടുക്കാത്തവരെ പോലെയും പെരുമാറുന്നത് മൂലം പാവനമായി സൂക്ഷിക്കേണ്ടിയ കുടുംബജീവിതം താറുമാറാകുന്നു. ദൈവത്തിനായി വാർത്തെടുക്കേണ്ടിയ വരും തലമുറയായ മക്കളും ബാധിക്കപ്പെടുന്നു. ദൈവവചനം അനുസരിക്കുന്നത് അവരവരുടെ നന്മയ്ക്കായിട്ടാണ്. ആവർത്തനം 10:13. ദേശത്ത് വചനം കേട്ടനുസരിച്ച് നടക്കുവാനും ദൈവത്തെ ഭയപ്പെടുവാനുമായിട്ടാണ് ദൈവവചനം കൽപ്പിച്ച് തന്നിരിക്കുന്നത്. അത് ഏറ്റവും സമീപമായി തന്നിരിക്കുന്നു. ആവർത്തനം 30:10, 6:3. ദൈവവചനം നിസ്സാരമായി കരുതുക, ധിക്കരിച്ച് കളയുക, അലക്ഷ്യമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തങ്ങൾക്ക് തന്നെ പാപം വരുത്തുന്ന കാര്യങ്ങളാണ്. ലേവ്യർ 22:9. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നുവെന്ന്. മത്തായി 22:29. ബുദ്ധിയോടെ വീട് പണിയുവാൻ വചനങ്ങളെ കേട്ട് അനുസരിക്കേണ്ടതാണ്. രൂത്തിൻ്റെ പുസ്തകം എങ്ങനെ കുടുംബജീവിതത്തിൽ സമാധാനമായി പോകാം എന്നുള്ളതിന് മാതൃകയായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു മരുമകളായി ചെന്ന രൂത്ത് ആ ഭവനത്തിൽ ഒരു വിളക്കായി ശോഭിക്കുന്നതായി കാണാം. രൂത്ത് ഒരു പുറജാതി സ്ത്രീയായിരുന്നു. അവളിൽ വിളങ്ങിക്കണ്ട സദ്ഗുണങ്ങൾക്ക് കാരണം തൻ്റെ അമ്മാവിയമ്മ പിൻപറ്റി വന്ന ജീവനുള്ള ദൈവത്തെ അവളും പിൻപറ്റിയതാണ്. അവരുടെ ഭവനത്തിൽ വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഭർത്താവ്, തങ്ങളുടെ രണ്ടുപേരുടെ ഭർത്താക്കന്മാർ, നവോമിയുടെ ഭർത്താവും 2 മക്കളും അവൾക്ക് നഷ്ടപ്പെട്ടു. തൻ്റെ മരുമക്കളോട് നവോമി പറയുന്നുണ്ട്, മരിച്ചവരോടും തന്നോടും അവർ ദയയോടെ പെരുമാറിയിരുന്നു എന്ന്. ഒരു അമ്മാവിയമ്മയുടെ സാക്ഷ്യമാണ്. ഭവനത്തിലുള്ളവരോട് ദയയോടെ പെരുമാറേണ്ടത് ഓരോ പെൺകുട്ടിയുടെയും കടമയാണ്. വീണ്ടും വിവാഹിതരായി കുടുംബജീവിതം നയിക്കുവാൻ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകുവാൻ നവോമി അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. മരുമക്കളുടെ നന്മയെ കരുതി അവരെ സ്നേഹിക്കുന്ന നവോമിയും ദൈവഭക്തിയോടെ ഇടപെടുന്ന
അമ്മാവിയമ്മയ്ക്ക് ഒരു മാതൃകയായിട്ട് ഇരിക്കുന്നു. എന്നാൽ രൂത്തിൻ്റെ തീരുമാനം നോക്കുക. അവൾ അമ്മാവിയമ്മയോട് പറയുകയാണ്, നിന്നെ വിട്ടുപിരിയുവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം. ഭർത്തൃ വീട്ടുകാരെ സ്വന്തം ജനമായി കരുതി സ്നേഹിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരിക്കലും ആ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ സാധ്യമല്ല. അവൾ വീണ്ടും പറയുന്നു, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. ദൈവത്തിലുള്ള ഭക്തി നിമിത്തമാണ് അവൾക്ക് ദൃഢമായ തീരുമാനം എടുക്കുവാൻ സാധിച്ചത്. വിവാഹിതയാകുവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ആദ്യപടി പുരുഷൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ മനസ്സുണ്ടായിരിക്കുക എന്നതാണ്. ഇതിന് ദൈവവചനം മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നു. ഉൽപ്പത്തി 24 8 മുതൽ 59 വരെയുള്ള ഭാഗങ്ങളിൽ ഈ ഇൻസിഡൻറ്റ് നമുക്ക് കാണുവാൻ കഴിയും. മാതൃകയായി റെബേക്കയെ ഇവിടെ കാണാം. റെബേക്കയുടെ വീട്ടുകാരെയും കാണുവാൻ കഴിയും. ഇസഹാക്കിനെ സ്വീകരിപ്പാൻ എലയാസാറിൻ്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിക്കുന്ന അമ്മയോടും സഹോദരനോടും ഞാൻ പോകുന്നു എന്നാണ് റെബേക്ക മറുപടി നൽകുന്നത്. റിബേക്കായെ ഒരു 10 ദിവസമെങ്കിലും തങ്ങളോടൊപ്പം താമസിപ്പിക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അവളെ പറഞ്ഞയച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് കാണുന്നത് പറഞ്ഞയച്ചവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന മാതാപിതാക്കളെയാണ്. ചെറിയ കാര്യത്തിൻ്റെ പേരിൽ പോലും പറഞ്ഞയച്ച മകളെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായി വിളിച്ചുകൊണ്ടുപോയി കൂടെ താമസിപ്പിക്കുന്ന കുടുംബങ്ങളെ ഇന്ന് ധാരാളമായി കണ്ടുവരുന്നു. ക്രിസ്തീയ കുടുംബങ്ങളിൽ കണ്ടുവരുന്നു. മകളുടെ കുടുംബജീവിതം ഇല്ലാതാകുന്നതിൽ ഖേദം ഇല്ല അവർക്ക്. ഇത് ദൈവവചനത്തിന് വിരോധമായ കാര്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. യഹോവഭക്തിയുള്ള ഒരു സ്ത്രീ താൻ ആയിരിക്കുന്ന ഭവനത്തിൽ ദൈവനാമം ദുഷിക്കപ്പെടാതിരിപ്പാൻ എപ്രകാരം വർത്തിക്കണമെന്ന് തീത്തോസ് 2:4, 5 എന്നീ വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അവർ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കണമെന്ന് വചനം അനുശാസിക്കുന്നു. അതുപോലെ തന്നെ വൃദ്ധമാർ പവിത്രമായി തങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് യൗവനക്കാരത്തികൾക്ക് നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. ഇങ്ങനെ പിശാചിന് ഇടം കൊടുക്കാതെ കുടുംബജീവിതം നയിപ്പാൻ ദൈവവചനം നമുക്ക് മാർഗനിർദ്ദേശം ആയിരിക്കട്ടെ. ആ നിലയിൽ ദൈവനാമഹത്വത്തിനായി ജീവിപ്പാൻ നമുക്കേവർക്കും ദൈവം കൃപ നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.